ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി? ഇനി പ്രതിപക്ഷത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും? അഭിരാമിയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഇപ്പോൾ നടക്കുന്ന കോലാഹലം അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നത് എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ഏത് നിരീക്ഷകര് വന്നാലും അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം കേട്ടാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുന്ന ആളെ ആയിരിക്കും എന്തായാലും അവർ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കാൻ പോകുന്നത്. അങ്ങനെ ആരെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാലും പിന്നെ എന്ത് പ്രതിഷേധം ഉയർത്തിയിട്ടും ഒരു കാര്യവും ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി ആരായാലും വരുന്ന 5 വർഷവും പ്രക്ഷോഭത്തിന്റെയും വിവാദങ്ങളുടെയും കൊടുങ്കാറ്റ് തന്നെയാണ് എന്തായാലും വരാൻ പോകുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്താല് UDF സർക്കാരിന്റെ ആദ്യ അഗ്നിപരീക്ഷണം അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുക. ഈ ലീഗ് എന്തായാലും മലപ്പുറത്തെ അവരുടെ ഏതെങ്കിലും MLA-മാരെ രാജിവെപ്പിച്ച് മണ്ഡലം വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റേത് കോൺഗ്രസ് ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ KC വേണുഗോപാൽ മത്സരിച്ചാലും കടുത്ത മത്സരമാണ് അവിടെ നടക്കുക. MP-മാരെ മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തൊരു പശ്ചാത്തലത്തിൽ ആലപ്പുഴ MP ആയിട്ടുള്ള KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നതിന്റെ അനൗചിത്യവും ചോദ്യം ചെയ്യപ്പെടും. ഈ VD സതീശനും രമേശ് ചെന്നിത്തലക്കും അനുകൂലമായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും മാത്രമല്ല, നിഷ്പക്ഷരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വികാരവും KC വേണുഗോപാലിനെതിരെ തിരിയാൻ ഈ ഒരു പിൻവാതിലിലൂടെയുള്ള മുഖ്യമന്ത്രി പ്രവേശനം എന്തായാലും കാരണമാകും. ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ KC വേണുഗോപാലിനെതിരെ റിബലുകൾ മത്സര രംഗത്തിറങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരം അവസരം വീണ് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുക ഇടതുപക്ഷവും BJP-യും തന്നെയായിരിക്കും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി തോറ്റാലുള്ള ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിന്റെ ഒരു ഇമ്പാക്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത്തരമൊരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ UDF സർക്കാരിന് തുടരാൻ എന്ത് ധാർമ്മിക അർഹതയാണ് ഉണ്ടാവുക? 102-ന്റെ ഭൂരിപക്ഷത്തിന്റെ തിളക്കവും ആ ഒരു അഹങ്കാരവും എല്ലാം UDF-ന് അതോടെ നഷ്ടമാവുകയാണ് ചെയ്യുക. ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡും ആലോചിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി എല്ലാവരെയും അടക്കി ഭരിച്ച് നടക്കുന്ന KC വേണുഗോപാലിന് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ കോൺഗ്രസിൽ വല്ല വിലയും ഉണ്ടാകുമോ? അങ്ങനൊരു അവസ്ഥ എങ്ങാനും ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് ശരിക്കും അവസാനിക്കുക. ഈ UDF-ന്റെ ഇപ്പോഴത്തെ ഒരു വിജയം അവർ ബെറ്റർ ആയതുകൊണ്ട് ജനങ്ങൾ ചെയ്ത വോട്ടുകൾ കൊണ്ടല്ല എന്നതാണ് ആദ്യമേ തന്നെ UDF നേതൃത്വം മനസ്സിലാക്കേണ്ടത്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലിയോടും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ ധിക്കാരപരമായ സമീപനങ്ങളോടും സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളോടുമുള്ള CPM അനുഭാവികളുടെയും പ്രവർത്തകരുടെയും നിശബ്ദമായ പ്രതിഷേധ കൊടുങ്കാറ്റിലാണ് പിണറായി എന്നൊരു വൻമഴ ഇപ്പോൾ കടപുഴകി വീണിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ MV ഗോവിന്ദനും അധികം നാളിനി എന്തായാലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇനിയും ഈ നാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഈ 10 വർഷം പിന്നിട്ട് ഇടതുപക്ഷ ഭരണം അവസാനിച്ചാലേ ഇടതുപക്ഷം നന്നാകൂ എന്നാണ് അവരൊക്കെ ചിന്തിച്ചിരിക്കുന്നത്.